ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒറ്റ ദിവസം എണ്ണിയത് 64 കോടി വോട്ട്. യുഎസ് ഇപ്പോഴും 1.5 കോടി വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു. പരിഹസിച്ച് മസ്ക്. വാഷിംഗ്ടൺ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെയും ഒരു ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന മികവിനെയും പ്രശംസിച്ച് ടെസ്ല സിഇഒ ഇലോൺ മസ്ക്. യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കാലിഫോർണിയയിൽ വോട്ടെണ്ണി തീരാത്തതിനെ പരിഹസിച്ചായിരുന്നു മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റ്. ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് 64 കോടി വോട്ടുകൾ എണ്ണി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 18 ദിവസം കഴിഞ്ഞിട്ടും കാലിഫോർണിയ ഇപ്പോഴും 15 ദശലക്ഷം വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു മസ്കിന്റെ എക്സിലെ പോസ്റ്റ്. യുഎസ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടെങ്കിലും കാലിഫോർണിയയിൽ ഇനിയും 3 ലക്ഷം വോട്ടുകൾ എണ്ണിയിട്ടില്ല. യുഎസ് തിരഞ്ഞെടുപ്പിലെ വിജയിയായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ആഴ്ചകളായി. ഏകദേശം 39 ദശലക്ഷം പേരുള്ള കാലിഫോർണിയ യുഎസിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. ഏറ്റവും മന്ദഗതിയിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കണക്കാക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണിത്. 2020 തിരഞ്ഞെടുപ്പിലെന്ന പോലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ ഇനിയും ദിവസങ്ങളെടുത്തേക്കാമെന്നാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്കണവാടിയിൽ കുഞ്ഞു വീണ സംഭവം മറച്ചുവെച്ചു. 3 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. തിരുവനന്തപുരം. അങ്കണവാടിയിൽ വെച്ച് 3 വയസ്സുകാരി വീണ് പരിക്കേറ്റ സംഭവം വീട്ടുകാരെ അറിയിച്ചില്ലെന്ന് ആരോപണം. തിരുവനന്തപുരം മാറനല്ലൂർ സ്വദേശി രതീഷ്, സിന്ധു ദമ്പതികളുടെ മകൾ വൈഗക്കാണ് അങ്കണവാടിയിൽ വെച്ച് വീണ് പരുക്കേറ്റത്. കുട്ടിക്ക് വീഴ്ചയിൽ സാരമായി പരുക്കേറ്റിരുന്നു. എന്നാൽ വിവരം അങ്കണവാടി ജീവനക്കാര് വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നാണ് പരാതി. സംഭവത്തില് ബാലാവകാശ കമ്മീഷന് കേസെടുത്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടിയിൽ വെച്ചാണ് കുട്ടിക്ക് അപകടം സംഭവിച്ചത്. വൈകിട്ട് വീട്ടിലെത്തിയിട്ടും വൈഗ കരച്ചിൽ നിർത്തിയില്ല. കുട്ടി ഛർദ്ദിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത്. മാതാപിതാക്കൾ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ തലയിൽ ചെറിയ മുഴ കണ്ടു. അങ്കണവാടിയിൽ അന്വേഷിച്ചപ്പോൾ കുട്ടി വീണ വിവരം പറയാൻ മറന്നുപോയെന്നാണ് അധികൃതർ പറഞ്ഞത്. വൈഗ നിലവിൽ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിക്ക് തലച്ചോറിലും സുഷുമ്നാ നാഡിക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. കുട്ടിക്ക് ആന്തരിക രക്തസ്രാവവും സംഭവിച്ചിട്ടുണ്ട്. ലീഗിനൊപ്പം SDPI ചേർന്നെന്നു പറഞ്ഞാൽ തമാശ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പുതുപ്പള്ളി പാലക്കാട് തോറ്റെന്നു പറയാൻ CPM ആർജവം കാണിക്കണമെന്നും വോട്ട് ചെയ്ത ജനങ്ങളെ കളിയാക്കരുതെന്നും നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട്ടെ വിജയത്തിനു ശേഷം പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ. SDPIക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് മുസ്ലിം ലീഗാണ്. ആ ലീഗിനൊപ്പം SDPI ചേർന്നെന്നു പറഞ്ഞാൽ തമാശയാണ്. SDPIക്ക് എത്ര വോട്ടാണ് പാലക്കാടുള്ളത്? എല്ലാത്തരം വർഗീയതയ്ക്ക് എതിരെയുമുള്ള വിജയമാണു പാലക്കാട് സംഭവിച്ചത്. വർഗീയത ഇളക്കിവിടാൻ CPMഉം BJPയും പാലക്കാട് ശ്രമിച്ചു. മുനമ്പം വിഷയത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ആശങ്ക വിതറുന്നത് RSSഉം CPMഉമാണ്. പാലക്കാട് അവസാന ദിനം 2 പത്രത്തിൽ മാത്രം പരസ്യം നൽകി വർഗീയത ഇളക്കാൻ ശ്രമിച്ചു. വർഗീയ ധ്രുവീകരണമാണ് എന്നു പറഞ്ഞ് പാലക്കാട്ടുകാരെ വീണ്ടും പരിഹസിച്ചാൽ അതിനുള്ള മറുപടി 2026-ൽ അവർ നൽകും, രാഹുൽ പറഞ്ഞു. അടുത്ത വർഷത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കും. പാലക്കാട് മെഡിക്കൽ കോളേജ് വികസനമാണ് ആദ്യ പരിഗണനയെന്നും രാഹുൽ പറഞ്ഞു. എയിംസ് നിലവാരം ലക്ഷ്യമിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ പാലക്കാട് ദേശീയ പാതയോരത്ത് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ തിരിച്ചടിയാണ്. പാലക്കാട് ജില്ലയ്ക്ക് തന്നെ പ്രയോജനപ്പെടുന്നതാണ് മെഡിക്കൽ കോളേജ്. മുൻ MLA ഉദ്ഘാടനം മാത്രം ബാക്കിവെച്ച ഒട്ടേറെ പദ്ധതികളുണ്ട്. MPയുടെയും മുൻ MLAയുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ചു മുന്നോട്ടു പോകും, രാഹുൽ പറഞ്ഞു. പ്രതികരണം വൈകാരികം. മുന്നോട്ടു പോകാൻ ഭർത്താവിന്റെ പിന്തുണ. നടന്മാർക്കെതിരായ കേസ് പിൻവലിക്കില്ലെന്ന് നടി. കൊച്ചി. മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കാനുള്ള തീരുമാനം തിരുത്തി ആലുവ സ്വദേശിയായ നടി. കേസുകളുമായി മുന്നോട്ടു പോകുമെന്നും തനിക്കെതിരായ പോക്സോ കേസ് നിയമപരമായി നേരിടുമെന്നും നടി വ്യക്തമാക്കി. വെള്ളിയാഴ്ചയാണു കേസുകൾ പിൻവലിക്കുമെന്നു നടി പ്രഖ്യാപിച്ചത്. ബന്ധുവായ യുവതി നൽകിയ പോക്സോ കേസില് പോലീസ് സഹായിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു പിന്മാറ്റമെന്ന പ്രഖ്യാപനം. എന്നാൽ പ്രതികരണം വൈകാരികമായിരുന്നുവെന്നും കേസുമായി മുന്നോട്ടു പോകാന് ഭർത്താവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുവെന്നും നടി വിശദീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെയാണ് പരാതി നൽകിയത്. പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കവെയാണ് കഴിഞ്ഞ ദിവസം പരാതികൾ പിൻവലിക്കുന്നുവെന്ന് നടി പറഞ്ഞത്. പ്രായപൂർത്തിയാവാത്ത ബന്ധുവായ പെൺകുട്ടിയെ ചെന്നൈയിൽ കൊണ്ടുപോയി പലർക്കും കൈമാറി എന്ന പരാതിയിൽ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സമൂഹനന്മയ്ക്കു വേണ്ടി മുന്നോട്ടുവന്ന തന്നെ പോലീസും സർക്കാരും കേസിൽ സഹായിച്ചില്ലെന്നും നിരപരാധിയായ തനിക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നെന്നും നടി പറഞ്ഞിരുന്നു. ശ്രേയസ് അയ്യരുടെ റെക്കോർഡ് 26.75 കോടി മിനിറ്റുകൾക്കുള്ളിൽ വീണു. ഋഷഭ് പന്ത് 27 കോടിക്ക് ലക്നൌവിൽ. IPL മെഗാതാരലേലത്തിന് സൗദിയിലെ ജിദ്ദയിൽ തുടക്കം. താരലേലം ആരംഭിച്ച് അരമണിക്കൂർ പിന്നിടും മുൻപേ IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ശ്രേയസ് അയ്യർ പഞ്ചാബ് കിങ്സിലെത്തിച്ചെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ ഋഷഭ് പന്ത് ആ റെക്കോർഡ് തകർത്തു. 27 കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ജയന്റ്സാണ് താരത്തെ ടീമിലെത്തിച്ചത്. 26.75 കോടി രൂപക്കാണ് ശ്രേയസ് അയ്യരെ പഞ്ചാബ് സ്വന്തമാക്കിയത്.
അവസാന നിമിഷം വരെ താരത്തെ ടീമിലെത്തിക്കാൻ വാശിയോടെ പൊരുതിയ ഡൽഹി ക്യാപിറ്റൽസിനെ പിന്തള്ളിയാണ് അയ്യരെ പഞ്ചാബ് സ്വന്തമാക്കിയത്. പന്തിനെയും ആർടിഎമ്മിലൂടെ നിലനിർത്താൻ ഡൽഹി ശ്രമിച്ചെങ്കിലും ലക്നൌ ഒറ്റയടിക്ക് 7 കോടിയോളം രൂപ ഉയർത്തി പന്തിനെ ടീമിലെത്തിച്ചു. അർഷ്ദീപ് സിംഗിനെ 18 കോടി രൂപയ്ക്ക് ആർടിഎമ്മിലൂടെ പഞ്ചാബ് കിങ്സ് നിലനിർത്തിയപ്പോൾ കഗീസോ റബാദയെ 10.75 കോടിക്കും ജോസ് ബട്ട്ലറിനെ 15.75 കോടിക്കു ഗുജറാത്ത് ടൈറ്റൻസും ടീമിലെത്തിച്ചു. കഴിഞ്ഞ സീസണിൽ 24.75 കോടിക്ക് കൊൽക്കത്ത സ്വന്തമാക്കിയ മിച്ചൽ സ്റ്റാർക്കിനെ ഇത്തവണ 11.75 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസിലെത്തി. ഇന്നും നാളെയുമായാണ് താരലേലം നടക്കുക. 1254 താരങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10 ടീമുകളിലായി 204 താരങ്ങൾക്കാണ് അവസരം ലഭിക്കുക. 10 ടീമുകൾക്കുമായി 641 കോടി രൂപയാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്തു വ്യാപകമായി വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. ഹാക്ക് ചെയ്യപ്പെടുന്ന ആളുടെ വാട്സാപ്പിൽ നിന്നു ധനസഹായ അഭ്യർത്ഥന നടത്തി പണം തട്ടുന്നു. എറണാകുളത്തുൾപ്പെടെ സൈബർ പോലീസിന് 100 കണക്കിന് പരാതികൾ. ഒരാളുടെ വാട്സാപ്പ് നമ്പർ ഹാക്ക് ചെയ്ത ശേഷം ആ നമ്പർ ഉൾപ്പെട്ട വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ വാട്സാപ്പ് നമ്പറുകൾ തുടർന്നു ഹാക്ക് ചെയ്യുന്നതാണ് തട്ടിപ്പിന്റെ രീതി. വാട്സാപ്പിലേക്ക് ഒരു 6 അക്ക നമ്പർ വന്നിട്ടുണ്ടാകുമെന്നും അതൊന്നു അയച്ചു നൽകുമോ എന്നും ചോദിച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം. വാട്സാപ്പ് ഗ്രൂപ്പിലെ അടുത്തു പരിചയമുള്ള ഏതെങ്കിലും അംഗത്തിന്റെ പേരിലാകും അഭ്യർത്ഥനയെന്നതിനാൽ പലരും ഇതിന് തയ്യാറാകും. ഈ OTP നമ്പർ പറഞ്ഞു കൊടുക്കുന്നതോടെ വാട്സാപ്പ് ഹാക്ക് ആകും. ഹാക്ക് ചെയ്യുന്ന നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള അസംഖ്യം ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കും കടന്നുകയറാൻ തട്ടിപ്പുകാർക്കു വളരെ വേഗം കഴിയുന്നു എന്നതാണ് ഈ തട്ടിപ്പു രീതിയുടെ അപകടം. മാത്രമല്ല, വാട്സാപ്പ് മുഖേന പങ്കുവെക്കപ്പെടുന്ന പേഴ്സണൽ മെസ്സേജുകളിലേക്കും ചിത്രങ്ങൾ, വീഡിയോ എന്നിവയിലേക്കുമെല്ലാം തട്ടിപ്പുകാർക്ക് ആക്സസ് ലഭിക്കും. സഹായ അഭ്യർത്ഥനയ്ക്കു പുറമെ ബ്ലാക്ക്മെയിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കാമെന്ന് പോലീസ് പറയുന്നു. തട്ടിപ്പു തിരിച്ചറിഞ്ഞ ഇര തന്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്തു എന്ന മുന്നറിയിപ്പ് മെസ്സേജ് ഗ്രൂപ്പുകളിലും പരിചയക്കാർക്കും ഷെയർ ചെയ്താലും ഈ മെസ്സേജ് തട്ടിപ്പുകാർ തന്നെ ഡിലീറ്റ് ചെയ്യുന്നുവെന്ന പ്രശ്നവും കണ്ടെത്തിയിട്ടുണ്ട്. അപരിചിതരുടെ മാത്രമല്ല, പരിചിതരുടെ നമ്പറുകളിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ OTP നമ്പറുകൾ പറഞ്ഞുകൊടുക്കണമെന്ന ആവശ്യവുമായി വരുന്ന മെസ്സേജുകൾക്ക് ഒരു കാരണവശാലും മറുപടി നൽകരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാം. നാളെ മുതൽ അപേക്ഷിക്കാം. തിരുവനന്തപുരം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ നാളെ മുതൽ അപേക്ഷ നൽകാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം വെള്ള, നീല റേഷൻ കാർഡുകൾ മുൻഗണന പിങ്ക് കാർഡ് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നവംബർ 25 രാവിലെ 11 മണി മുതൽ നൽകാവുന്നതാണ്. അപേക്ഷകൾ ഡിസംബർ 10 വൈകിട്ട് 5 മണി വരെ ഓൺലൈനായി സ്വീകരിക്കും. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ ഇ-സിറ്റിസൺ, സിവിൽ സപ്ലൈസ് കേരള, GOV ആയാൻ വഴിയോ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. മാരക രാസലഹരിയുമായി കോഴിക്കോട്ട് ബസ് ഡ്രൈവർ പിടിയിൽ. ലഹരിമരുന്ന് കൈമാറ്റം പാർക്കിംഗ് ഗ്രൗണ്ടിൽ. കോഴിക്കോട് മാരക രാസലഹരി മരുന്നായ 102.88 ഗ്രാം MDMAയുമായി 2 യുവാക്കളെ കോഴിക്കോട് CT നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ KA ബോസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ് സ്ക്വാഡും കോഴിക്കോട് ടൗൺ ACP അഷ്റഫ് തെങ്ങിലക്കണ്ടിയുടെ നേതൃത്വത്തിലുള്ള നടക്കാവ് പോലീസും ചേർന്ന് പിടികൂടി. കൊടുവള്ളി പന്നിക്കോട്ടൂർ മൈലാങ്കകര സ്വദേശി സഫ്താർ ആഷ്മി 31, കൂട്ടാളി ബാലുശ്ശേരി മങ്ങാട് അത്തിക്കോട് സ്വദേശി റഫീഖ് 35 എന്നിവരാണ് പിടിയിലായത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും ലഹരിമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതിനാൽ കഴിഞ്ഞ ഒരു മാസമായി പോലീസ് രഹസ്യനിരീക്ഷണം നടത്തിവരികയായിരുന്നു. ഈ ആഴ്ചയിൽ തന്നെ ഡാൻസാഫിന്റെ 3ാമത്തെ ലഹരിമരുന്ന് വേട്ടയാണിത്. കോഴിക്കോട് പുല്ലൂരാമ്പാറ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് സഫ്താർ ആഷ്മി. ഇയാൾ മുൻപ് 55 കിലോ ഗഞ്ചാവുമായി നിലമ്പൂരിൽ നിന്നും 2.5 കിലോ ഗഞ്ചാവുമായി കൊടുവള്ളിയിലെ വീട്ടിൽ വെച്ചും പിടിയിലായിരുന്നു. ഈ കേസിൽ വിചാരണ നടന്നുവരികയാണ്. റഫീഖ് ലോറി ഡ്രൈവറാണ്. ആഡംബര കാറുകളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിച്ചിരുന്നത് ഇവരാണെന്ന് പോലീസ് പറഞ്ഞു. നഗരത്തിലെ പ്രധാന ഹോട്ടലുകൾ, ബാറുകൾ, ആശുപത്രികൾ എന്നിവയുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് ലഹരിമരുന്ന് കൈമാറ്റത്തിന് തിരഞ്ഞെടുത്തിരുന്നത്. ഡാൻസാഫ് സബ് ഇൻസ്പെക്ടർമാരായ മനോജ് ഇടിയടുത്ത്, കെ അബ്ദുറഹ്മാൻ, അനീഷ് മൂസാൻ വീട്, കെ അഖിലേഷ്, സുനോജ് കാരിയിൽ, PK സരുൺകുമാർ, MK ലതീഷ്, ഷിനോജ് മംഗലശ്ശേരി, NK ശ്രീശാന്ത്, EV അതുൽ, P അഭിജിത്ത്, PK ദിനീഷ്, KM മുഹമ്മദ് മഷഹൂർ എന്നിവരും നടക്കാവ് പോലീസിലെ SIമാരായ ലീല, ധനേഷ്, റനീഷ്, ജിത്തു, ഷോബിക്ക്, റഷീദ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ ആഘോഷിച്ചു. ചെമ്പുകടവ് ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ ചെമ്പുകടവ് ഇടവക വികാരി ഫാദർ മാത്യു തിട്ടയിലിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ നിന്ന് ചെമ്പുകടവ് അങ്ങാടി കുരിശുപള്ളിയിലേക്ക് ക്രിസ്തുരാജന്റെ രാജത്വ തിരുനാൾ റാലിയോടുകൂടി നടത്തി ആഘോഷിച്ചു. സൺഡേ സ്കൂൾ അധ്യാപകർ, സിസ്റ്റേഴ്സ്, PTA പ്രസിഡന്റ് ബേബിച്ചൻ വട്ടുകുന്നേൽ, പള്ളി കമ്മിറ്റിക്കാർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.